ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയാകുമ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ സൊമാറ്റോയിൽ ഓർഡർ ചെയ്തു, ചെന്നൈയിൽ സൊമാറ്റോയിൽ ഓർഡർ ചെയ്ത്. അപ്പം സൊമാറ്റോയിൽ ഓർഡർ ചെയ്തപ്പം സംഗീത ഹോട്ടലിൽ നിന്നുമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പം സൊമാറ്റോ നമുക്കിവിടെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമുക്കത് നോക്കാം, എന്തൊക്കെയുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സൊമാറ്റോയിൽ നമ്മൾ ഓർഡർ കൊടുത്തു. സംഗീത ഹോട്ടലിൽ നിന്നുമാണ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബില്ലടക്കമുള്ളത് വന്നിട്ടുണ്ട്. ഇതാണ് ബില്ല്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റ് എത്തിയിട്ടുണ്ട്. സോ അതിന് ശേഷം ഇത് റൈസ് വന്നിട്ടുണ്ട്. ശേഷം ബോക്സാണ് കേട്ടോ. ഈ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് ബോക്സാണ്. ഈ ബോക്സിൽ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കറികളൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. സോ ഇത് നമുക്ക് നോക്കാം. വാവ്, ഇത് ഒരു പാക്കറ്റ് നാരങ്ങ അച്ചാറുണ്ട് കേട്ടോ. ഒരു നാരങ്ങ അച്ചാറുണ്ട്, ഇവിടെ വയ്ക്കാം. ശേഷം ഇതെന്ത് കറിയാണെന്ന് അറിയില്ല. സോ വൈറ്റ് കളർ എന്തൊരു സംഭവമാണ്, നോക്കാം. ഇതൊരു കറി. എനിക്ക് തോന്നുന്നത് പായസമാണെന്ന് തോന്നുന്നു. ഓക്കെ, പാൽപ്പായസമാണെന്ന് തോന്നുന്നു. ഇത് പപ്പടമാണ് കേട്ടോ, മിനി പപ്പടം. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ചെറിയ പപ്പടമാണ്. ശേഷം ഇതെന്തോ കിഴങ്ങ് കൊണ്ടുള്ള എന്തോ ഒരു ചെറിയൊരു കൂട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് രസം, നമ്മളായിട്ട് രസമാണ്. ശേഷം ഇതൊരു കറിയാണ്, ഇതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും എന്തൊക്കെയോ വൈറ്റ് കളറിൽ ബീൻസൊക്കെ ഇട്ടിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇത് തൈരാന്ന് തോന്നുന്നു. തൈര് ഒരു ബോക്സ്. പിന്നെ ഇതൊരു ബോട്ടിലെ കറിയാണ്. ഇത് സാമ്പാറാണ്. ഓക്കെ, അപ്പം ടോട്ടൽ കറികളുടെ ഐറ്റം മാത്രം നമുക്ക് വരുന്നത് 1 2 3 4 5, പായസം 6, ഇതൊന്ന് 7, പപ്പടം 8, അച്ചാർ പാക്കറ്റ് 9, ചോറ് കൂടി 10, അതിൻ്റെ കൂടത്തിൽ പ്ലേറ്റ് 11 ഐറ്റമാണ് നമുക്ക് വരുന്നത്. സോ ഇവർ 11 ഐറ്റത്തിന് ഇവർ മേടിച്ചിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 230 രൂപയാണ് കേട്ടോ. ഈ ഊണ് 203 രൂപയാണ് കേട്ടോ. 203 രൂപയാണ് ഒരു ഫുഡ്. അരി നല്ല അരിയാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ല പൊന്നിയരി പോലെയാണ്. അതിൻ്റെ പ്രത്യേക ഒരു പാക്കിംഗ് ആണ്, കണ്ടില്ലേ? അവർ ഹോട്ടലിൻ്റെ പേരിലുള്ള ആ ഒരു സ്റ്റിക്കർ വെച്ചിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ കവറും നല്ല രീതിയിലൊരു കവർ, ഭയങ്കര സ്റ്റാൻഡേർഡാണ് കേട്ടോ. അവരുടെ നമ്മൾ വലിയ ബേക്കറി പോലെ തന്നെ കണ്ടില്ലേ, അവരുടെ പേരിലുള്ള ബ്രാൻഡിൽ തന്നെ ചെയ്തിട്ടുള്ളത്. സൂപ്പറാണ്, എന്തായാലും സൂപ്പറാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വന്നിട്ട് ഇത് ഓർഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ധാരാളം 2 പേർക്ക് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. കാരണം ക്വാണ്ടിറ്റി കൂടുതലാണ്, ചോറ് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. അപ്പം ഞങ്ങൾ കറികളൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതല്ലേ, കറികളെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ.